ഹായ് സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാനൊന്ന് ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ പല പാഠങ്ങളും പഠിക്കുന്നുണ്ട്. നമ്മൾ സ്കൂളിൽ പോയി വിദ്യാഭ്യാസം നേടുന്നുണ്ട്, സമ്പത്തുണ്ടാക്കാൻ വേണ്ടി പഠിക്കുന്നുണ്ട്, പാരൻറ്റിങ് പഠിക്കുന്നുണ്ട്, എങ്ങനെ ജീവിതം നയിക്കണമെന്ന് പഠിക്കുന്നുണ്ട്. അങ്ങനെ പലതരം കാര്യങ്ങൾ നമ്മൾ പഠിച്ച് പരിശീലിച്ച് നേടിയെടുക്കുന്നുണ്ട്. എന്നാൽ ജീവിതത്തിൽ പഠനത്തിന് വളരെ സമയവും ശ്രദ്ധയും കൊടുക്കാത്ത ഒരു മേഖലയാണ് ചിന്ത. ചിന്തിക്കുവാൻ നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ നടക്കാൻ പഠിക്കുന്നുണ്ട്, നമ്മൾ മക്കളെ നടക്കാൻ പഠിപ്പിക്കാറുമുണ്ട്. സംസാരിക്കാൻ പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കാറുണ്ട്. എഴുതാൻ പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കാറുണ്ട്. പക്ഷെ ചിന്തിക്കാൻ നമ്മൾ അധികവും ശ്രദ്ധ കൊടുക്കാറില്ല. ചിന്തിക്കാൻ നമ്മൾ പഠിപ്പിക്കാറില്ല. അത് എങ്ങനെയാകണമെന്ന് നമ്മൾ പഠിക്കാറുമില്ല. എന്നാൽ ഇത് നിസ്സാരമായൊരു കാര്യമല്ല. ജീവിതത്തിൽ ചിന്തിക്കാൻ പഠിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കാൻ പഠിപ്പിക്കാത്തതുകൊണ്ട് എന്തൊക്കെയോ ചിന്തിച്ചു പോയി സമൂഹത്തിന് വിനാശകരമായ കാര്യങ്ങൾ ചിന്തിച്ചു ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് പല ആളുകളും എത്തിച്ചേരുന്നുണ്ട്. ചിലർ തങ്ങളുടെ ചിന്തയിലൂടെ സ്വന്തം ജീവിതത്തെ തന്നെ അപകടപ്പെടുത്തുന്ന ആളുകളുണ്ട്. ചിലർ ജീവിതത്തിലെ സമാധാനവും സ്വസ്ഥതയും അനാവശ്യമായ ചിന്തകൾ കൊണ്ട് നശിപ്പിച്ചു കളയുന്നുണ്ട്. നിങ്ങളുടെ അധിക മനസ്സമാധാന കേടുകളും നിങ്ങളുടെ ഭാവിയെപ്പറ്റിയുള്ള ചിന്തകളിലാണ്. അഥവാ തൊട്ടടുത്ത മണിക്കൂറിൽ എനിക്ക് വരാൻ പോകുന്ന എന്തോ അപകടത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമാധാനം തന്നെ നഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ വൈരുദ്ധ്യാത്മകമായ ചില ചിന്തകളാണ് നിങ്ങളെ ശരിയായ ദിശകളിൽ നിന്നും വ്യതിചലിപ്പിച്ച് തെറ്റായ രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ തന്നെ തള്ളിവിടുന്നത്. എന്നാൽ എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കേണ്ടതില്ല എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി അതിൽ ആവശ്യമായ പരിശീലനങ്ങൾ നേടുകയും അത് നേടുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും എപ്പോഴും നിലനിർത്തുവാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പല ഭാഗങ്ങളിലായിട്ട് മനുഷ്യരോട് ഉദ്ബോധിപ്പിക്കുന്നുണ്ട് ഈ വിഷയം. അഫലാ തഅഖിലൂൻ, അഫലാ തതദബ്ബറൂൻ. മനുഷ്യൻ ചിന്തിക്കുവാൻ പരിശീലിക്കണം, ചിന്തിക്കുവാൻ പഠിക്കണം. അങ്ങനെ ശരിയായ ചിന്തകളിലൂടെ ജീവിതത്തെ നയിക്കണമെന്ന്, അല്ലെങ്കിൽ ശരിയായ ചിന്തകളിലൂടെ ജീവിതത്തിന് ദിശാബോധം നൽകണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അടിവരയിട്ട് ബോധിപ്പിക്കുന്നുണ്ട്. നാം എന്തു ചിന്തിക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും. അപ്പോൾ സന്തോഷം എങ്ങനെ നേടിയെടുക്കാം എന്ന് ചിന്തിക്കുക. സന്തോഷിക്കാനുള്ള വകകൾ എമ്പാടും നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ ജീവിതത്തിലുമുണ്ട്. എന്നാൽ അത് തിരിച്ചറിയണമെങ്കിൽ ശരിയായ പരിശീലനം സിദ്ധിച്ച ചിന്ത ഉണ്ടാകൽ അത്യാവശ്യമാണ്. അത്തരം നല്ല ചിന്തകളിലൂടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും